നമസ്കാരം. 50 മണി വാർത്ത ആരംഭിക്കുകയാണ്. നോക്കാം തർക്കട്ട്. വെനസ്വേലയെ വിറപ്പിച്ച തുടർ ഭൂകമ്പത്തിൽ മരണം 10,000 കടക്കുമെന്ന് റിപ്പോർട്ട്. ഭൂചലനങ്ങൾ പ്രാദേശിക സമയം ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ. റിക്ടർ സ്കെയിലിൽ 7.5 വരെ തീവ്രത. കാരക്കാസിൽ നിന്നും 250 കിലോമീറ്റർ അകലെ പ്രഭവ കേന്ദ്രം. സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു. ഇറാനെ വരുതിക്ക് നിർത്തിയെന്ന് ട്രംപ്. പശ്ചിമേഷ്യൻ സമാധാനത്തിന് പുതിയ രൂപരേഖയായി. സമാധാന ശ്രമങ്ങൾ തുടർന്ന് ഖത്തർ. ഓർമുസിൽ ട്രോൾ ഉണ്ടാകില്ലെന്ന ട്രംപിന്റെ വാദം ആവർത്തിച്ച് വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ. സുഗമമായ ടാങ്കർ ഗതാഗതത്തിന് ഗൾഫിന്റെ ആകെ പിന്തുണ തേടി യുദ്ധം തുടങ്ങിയപ്പോൾ കുതിച്ച ക്രൂഡ് ഓയിൽ വില 75-ൽ താഴെയെത്തി. പഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് ഭീകരർ ഒരാഴ്ച മുമ്പേ സജ്ജരായിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരം. സൈന്യം വധിച്ച ഭീകരരിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളിൽ നിരവധി നിർണായക സൂചനകൾ. ട്രാക്കിംഗ് ആപ്പ് അടക്കമുള്ള അത്യാധുനിക സങ്കേതങ്ങൾ ആസൂത്രണത്തിന് ഉപയോഗിച്ചെന്നും NIA കുറ്റപത്രത്തിൽ പരാമർശം. മുഖ്യമന്ത്രി VD സതീശൻ ഇനി ക്ലിഫ് ഹൗസിൽ. കുടുംബസമേതം രാവിലെ താമസം മാറി. കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു. അറ്റകുറ്റപ്പണി കഴിഞ്ഞാൽ കന്റോൺമെന്റ് ഹൗസിൽ പിണറായി വിജയൻ താമസത്തിനെത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ED തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. മാസപ്പടി കേസിൽ ഇത് 2ാം ചോദ്യം ചെയ്യൽ. ലോക്കർ വിവരങ്ങളും SFIO പ്രോസിക്യൂഷൻ റിപ്പോർട്ടും സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചറിയും. SFIOയിൽ നിന്ന് EDക്ക് ലഭിച്ചത് 134 നിർണായക രേഖകൾ. വീണയ്ക്ക് കുരുക്ക് മുറുകുമെന്ന് സൂചന. തൊണ്ടിമുതൽ കേസിലെ ശിക്ഷ റദ്ദാക്കണമെന്ന് മുൻമന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീൽ ഇന്ന് കോടതിയിൽ. നെടുമങ്ങാട് കോടതി ശിക്ഷിച്ചത് 3 വർഷത്തേക്ക്. അപ്പീൽ വരുന്നത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയാതിരുന്നത് കേസിലെ ശിക്ഷ മൂലം. ഇടവേളയ്ക്ക് ശേഷം സജീവമായ മലപ്പുറം വിഭജന വിവാദം ഏറ്റുപിടിച്ച സമസ്ത. ജില്ലാ വിഭജനം അനിവാര്യമെന്ന് SYS. ജനസംഖ്യാനുപാതികമായി വിഭജനം വേണമെന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ന്യൂസ് 18നോട്. നടപടിക്രമങ്ങൾ സർക്കാർ കമ്മീഷന് തീരുമാനിക്കാം. സമസ്ത നിലപാട് ജില്ലാ വിഭജനത്തിൽ നിർണായകം. ജില്ലാ വിഭജനത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുമ്പോൾ PM ശ്രീയിൽ ശക്തമായ താക്കീലുമായി സമസ്തയുടെ നിലപാട്. വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണം പറ്റില്ല. മന്ത്രിസഭ ഉപസമിതി വേണ്ടത് തീരുമാനിക്കട്ടെ എന്നും പ്രതികരണം. ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ കൗൺസിലർ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ BJP. നിയമവിദഗ്ധരുമായി കൂടിയാലോചന തുടരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് 1 ദിവസത്തെ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ആലോചന. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന ആവശ്യവുമായി CPM കോടതിയിലേക്ക്. മാസങ്ങളായിട്ടും തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലെ പുനർനിർമ്മാണം പാതിവഴിയിൽ. സൗന്ദര്യവൽക്കരണവും വൈകുന്നു. സന്ദർശകർ എത്തുന്നില്ല. വേനലവധി തീരത്തെ കച്ചവടക്കാരുടെ വയറ്റത്തടിച്ചു. ഓണത്തിനെങ്കിലും നല്ല കച്ചവടം സ്വപ്നം കാണുന്നവർക്ക് തിരിച്ചടി. കോടികൾ കടലിൽ ഒഴുക്കിയത് മാത്രം മിച്ചം. കേരളത്തിന് പുറത്തേക്കും ഹിറ്റായി KSRTCയുടെ സൗജന്യ യാത്രാ വണ്ടി പ്രിയദർശിനി. വണ്ടി നിറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള തോട്ടം തൊഴിലാളികൾ. സ്വകാര്യ ടെമ്പോകളെ പൂർണ്ണമായി അവഗണിച്ച് സ്ത്രീ തൊഴിലാളികൾ. യാത്ര സൗജന്യമായതോടെ കൂടുതൽ തൊഴിലാളികൾ വരുമെന്ന പ്രതീക്ഷയിൽ തോട്ടമുടമകൾ. ലോകകപ്പിൽ ചരിത്രം കുറിച്ച് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച ആദ്യമായി ലോകകപ്പ് നോക്കൌട്ടിൽ. ത്രസിപ്പിക്കുന്ന ജയത്തോടെ ബ്രസീലും മുന്നേറി. സ്കോട്ട്ലൻഡിനെ തകർത്തത് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക്. വിനീഷ്യസ് ജൂനിയറിന് ഇരട്ട ഗോൾ. വിശദമായി വരുമ്പോൾ വെനസ്വേലയിൽ വ്യാപക നാശം വിതച്ച വൻ ഭൂകമ്പം. 1 മിനിറ്റിനുള്ളിൽ
7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. 10,000-ൽ ഏറെ മരണമുണ്ടായെന്ന സൂചനകളാണ് ഇതുവരെ പുറത്തുവന്നത്. വിവിധ മേഖലകളിൽ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിനോദ് ചേരുന്നു. വിനോദ്, മരണസംഖ്യ സംബന്ധിച്ച് എന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ എങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇത് വലിയൊരു ദുരന്തത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. തൊട്ടടുത്ത നിമിഷങ്ങളിലാണ് വലിയ ഭൂചലനങ്ങൾ, 2 ഭൂചലനങ്ങൾ അടുത്തടുത്തായി ഉണ്ടായത്. ആദ്യത്തേത് 7.2 തീവ്രതയുള്ളതും രണ്ടാമത്തേത് 7.5 തീവ്രതയുള്ളതുമായിരുന്നു. വെനസ്വേലയെ സംബന്ധിച്ച് വലിയ നാശനഷ്ടത്തിനാണ് ഇത് ഇടവരുത്തിയിട്ടുള്ളത്. തലസ്ഥാനമായ കാരക്കാസിൽ നിന്ന് 160 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ഏതാണ്ട് 10 കിലോമീറ്റർ ആഴത്തിൽ ആണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടതെന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. US ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം വെനസ്വേലയുടെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ അമേരിക്കയ്ക്ക് വലിയ സ്വാധീനമുള്ളൊരു സാഹചര്യമാണ്. അമേരിക്കയുടെ വലിയ ഇടപെടൽ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നു. കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം 6:30 മണി കഴിഞ്ഞതോടുകൂടിയാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. രാത്രിയായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. ദുഷ്കരമായിരുന്നു പ്രവർത്തനങ്ങൾ. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. മരണസംഖ്യ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ ആശങ്ക നിലനിൽക്കുന്നത്. എത്ര പേർക്ക് ജീവൻ നഷ്ടമായി, എത്ര പേർക്ക് പരിക്കേറ്റു എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിവരവും പുറത്തു വരുന്നില്ല. ഏതാണ്ട് 10,000-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കാം എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂചലനമാണ് ഇപ്പോൾ വെനസ്വേലയിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആഘാതവും വളരെ വലുതാണ്. ഇപ്പോൾ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിമാനത്താവളം അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. മറ്റ് സഞ്ചാരങ്ങൾക്കും ഒക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ് റോഡ്രിഗസ് ആണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപകട സമയത്ത് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അവർ വീടുകളിൽ നിന്ന് വലിയ കെട്ടിടങ്ങൾ തകർന്നു വീണു. നമുക്കറിയാം ഇപ്പോൾ ജപ്പാനോ അല്ലെങ്കിൽ ഫിലിപ്പീൻസോ ഒക്കെ പോലെ തന്നെ തുടർച്ചയായി ഭൂകമ്പ ഭീഷണിയോ അല്ലെങ്കിൽ സുനാമി ഭീഷണിയോ ഒക്കെ നേരിടുന്ന സ്ഥലങ്ങളല്ല. അതുകൊണ്ട് തന്നെ വെനസ്വേലയിൽ അതിന് മുൻകരുതലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള നിർമ്മാണങ്ങളല്ല അവിടെ പൊതുവായുള്ളത്. അങ്ങനെ ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള രീതിയല്ല. കെട്ടിടങ്ങളുടെ ഒക്കെ തന്നെ വലിപ്പവും അതിൻ്റെയൊക്കെ ഉയരവും ഒക്കെ സാധാരണ നിലയിലുള്ളതാണ്. അങ്ങനെയുള്ള കെട്ടിടങ്ങളാണ് തകർന്നു വീണത്. ഇതിനടിയിൽ എത്ര പേർ പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതോടൊപ്പം തന്നെ കൊളംബിയ, വടക്കൻ ബ്രസീല്, കരീബിയൻ ദ്വീപുകളായ അരുബ, ബോണയർ തുടങ്ങിയ പ്രദേശങ്ങളിലും ഈ ഭൂചലനത്തിൻ്റെ ആഘാതമേറ്റിട്ടുണ്ട്. അത്രയും തീവ്രത ഉള്ള ഒരു ഭൂചലനം എന്ന വിവരം തന്നെയാണ്. മാത്രമല്ല കരീബിയൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് പിൻവലിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. ജാഗ്രതാ മുൻകരുതൽ അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരക്കാസിലെ അൾട്ടിമിറ, ലോസ് പാലസ് ഗ്രേ സൈഡ് എന്ന് പറയുന്ന 2 പ്രദേശങ്ങൾ, ഇവിടുത്തെ 2 പ്രവിശ്യകളാണ്. അവിടെയും ഈ ഏതാണ്ട് 160 കിലോമീറ്റർ അകലെ നടന്ന ഭൂചലനത്തിൻ്റെ പ്രകമ്പനങ്ങൾ ഈ നഗരങ്ങളിൽ കൂടി വന്നു. അവിടുത്തെ കെട്ടിടങ്ങൾക്കും കേടുപറ്റി എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ആഘാതം എത്രമാത്രം വലുതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായി ഇപ്പോൾ കണക്കാക്കുന്നത് യമാരെ എന്ന പ്രദേശമാണ്. ആ ഒരു സ്റ്റേറ്റിൽ ആ പ്രദേശത്ത് 10 കിലോമീറ്റർ ഭൂമിക്കടിയിൽ ഈ പ്രകമ്പനം ഉണ്ടായി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യാക്വേറെ സംസ്ഥാനത്തെ സാൻ ഫെലിപ്പ് സമീപം അതിന് ഏറ്റവും അടുത്തുള്ള ഈ പ്രദേശത്താണ് ഈ ഭൂചലനം ഉണ്ടാകുന്നത്. തലസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 160 കിലോമീറ്റർ അകലെയാണ്. ഏതായിരുന്നാലും വെനസ്വേലയെ സംബന്ധിച്ച് വലിയൊരു ദുരന്തമാണ്. ഇതിൻ്റെ നാശനഷ്ടത്തിൻ്റെ കണക്കുകൾ ഇനി വേണം പുറത്തു വരാൻ. സജിത്ത്, നാശനഷ്ടത്തിൻ്റെ യഥാർത്ഥ കണക്ക് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും 10,000-ലപ്പുറം മരണമുണ്ട് എന്നതാണ് സാഹചര്യം. ഇത് സംബന്ധിച്ച ചില ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നതാണ് അവസ്ഥ. എന്തായാലും ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് വെനസ്വേലയിൽ നിലനിൽക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വന്നെങ്കിലും കപ്പലുകൾക്ക് വൻ ഭീഷണിയാണിപ്പോഴും കടൽ മൈനുകൾ. ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്നതിന് 6 മാസത്തെയെങ്കിലും സമയം വേണ്ടിവരുമെന്നാണ് പെൻറ്റഗൺ വ്യക്തമാക്കുന്നത്. അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ പൂർണ്ണമായി കീഴടങ്ങിയെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർമാർക്കു മുന്നിൽ ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ യുദ്ധം അവസാനിച്ചത് തങ്ങളുടെ രാജ്യത്തെ ജനതയുടെ ഐക്യത്തിൻ്റെ ഫലമായെന്നാണ് ഇറാന്റെ അവകാശവാദം. വിനോദ്,
വിനോദ്, ഹോർമുസ് എങ്ങനെ പഴയ പടിയിലാവും? എന്നാൽ മാത്രമേ നമ്മുടെ ഇന്ധന പ്രതിസന്ധി അടക്കം ലോകക്രമങ്ങളെ പൂർണ്ണമായും പഴയ തോതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. പക്ഷേ അതിന് താമസമുണ്ടാകുമെന്നാണ് സാഹചര്യം. എന്താണ് ഇത് സംബന്ധിച്ചുള്ള നിലവിലെ അവസ്ഥ? ഒപ്പം തന്നെ ട്രംപിൻ്റെ അവകാശവാദം. സൈത്ത്, ഹോർമുസ് തുറന്നെങ്കിലും ഇപ്പോഴും പ്രതിസന്ധി മാറിയിട്ടില്ല. കാരണം കടൽ മൈനുകൾ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇറാൻ അവരുടെ സുരക്ഷയെ മുൻകരുതിയും ഒപ്പം തന്നെ അമേരിക്കൻ സൈന്യത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുമാണ് ഈ മൈനുകൾ സ്ഥാപിച്ചത്. അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ അപകട ഭീഷണിയായി ഈ മൈനുകൾ അവശേഷിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും മാറ്റുന്നതിന് ഏതാണ്ട് 6 മാസമെങ്കിലും സമയം വേണ്ടിവരുമെന്നാണ് പെൻറ്റഗണിൻ്റെ ഔദ്യോഗികമായ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇറാൻ ആകട്ടെ പൂർണ്ണമായും ഈ മൈനുകൾ നിക്ഷേപിച്ച സ്ഥലങ്ങൾ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുമില്ല. ഇങ്ങനെ ഒരു ധാരണാപത്രം വന്നിട്ടുണ്ടെങ്കിലും സമാധാന കരാറുമായി ബന്ധപ്പെട്ടൊരു ഒപ്പിടൽ നടന്നെങ്കിലും 60 ദിവസത്തെ മറ്റൊരു ചർച്ച കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും ഈ അന്തിമമായ ധാരണയിലേക്ക് പോവുക. പക്ഷേ അതിനിടയിൽ ഒരുപക്ഷെ അമേരിക്കയുടെ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഇപ്പോഴും ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സീ മൈനുകളുടെ കാര്യത്തിൽ എല്ലാ വിവരങ്ങളും അമേരിക്കയ്ക്ക് കൈമാറാത്തത്. ഇപ്പോൾ അമേരിക്ക സ്വന്തം നിലയ്ക്ക് ഈ മൈനുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സേനാ വിഭാഗങ്ങളുടെ ഒരു പരിശ്രമമാണ്. പക്ഷേ 6 മാസത്തിൽ കൂടുതൽ സമയം ഇതിന് വേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം സമാധാന ചർച്ചയ്ക്ക് നൽകിയിട്ടുള്ള ദിവസം 60 ദിവസം മാത്രമാണ്. അതിനുള്ളിൽ മറ്റൊരു കരാറിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കരാറിലേക്ക് പോയിട്ടില്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ മൈനുകൾ സ്ഥാപിക്കേണ്ടി വരുമെന്ന ഒരു സാഹചര്യം ഇറാന് മുന്നിലുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാകണം അവർ ഈ മൈനുകൾ സംബന്ധിച്ച പൂർണ്ണമായ വിവരം അമേരിക്കയ്ക്ക് കൈമാറുന്നില്ല. പക്ഷേ എണ്ണക്കപ്പലുകളുടെ സഞ്ചാരം ഇത് ദുർഘടമാക്കുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ച് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണിത് സ്ഥാപിച്ചിട്ടുള്ളതെങ്കിലും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ വാണിജ്യപരമായ നീക്കങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നത്. US സെൻട്രൽ കമാൻഡിൻ്റെ നേതൃത്വത്തിൽ ഇത് നീക്കം ചെയ്യാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിന് കാലതാമസം നേരിടും എന്നത് വ്യക്തമായൊരു കാര്യമാണ്. മാത്രമല്ല ഈ കരാറുമായി ബന്ധപ്പെട്ട് തന്നെ പല തർക്കങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഹോർമുസിലെ പരമാധികാരം എന്നതാണ് ഇറാൻ്റെ ആവശ്യം. അവിടെ ചുങ്കം എന്ന ഒരു താല്പര്യം അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ടാക്സ് പിരിക്കുക എന്നത്. പക്ഷേ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് അമേരിക്ക നേരത്തെ നിലപാടെടുത്തിരുന്നത്. അതോടൊപ്പം തന്നെയാണ് അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായം, അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഇറാൻ ചെലവിടണം എന്ന് US ആവശ്യപ്പെട്ടു. പക്ഷേ അത് കഴിയില്ല എന്ന കാര്യം ഇറാൻ പറയുന്നു. മാത്രമല്ല ഈ യുദ്ധം അവസാനിച്ചതിൽ 2 കൂട്ടരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർമാരുടെ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് അമേരിക്കയ്ക്ക് മുന്നിൽ പൂർണ്ണമായി ഇറാൻ അടിയറ പറഞ്ഞു, അതുകൊണ്ട് അമേരിക്കയുടെ സമ്പൂർണ്ണമായ വിജയമാണ് ഉണ്ടായതെന്ന ഒരു അവകാശവാദം ട്രംപ് നടത്തുമ്പോൾ അങ്ങനെയല്ല, ഇറാൻ ജനതയുടെ ഐക്യമാണ് ഇങ്ങനെ ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. അമേരിക്കയും ഇസ്രയേലും ശ്രമിച്ചത് ഇറാനിൽ ആഭ്യന്തര കലഹം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ആ ജനങ്ങൾ ഒരുമിച്ച് നിന്നതുകൊണ്ട് ഇറാന് ആത്യന്തികമായ വിജയം ഉണ്ടായെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിലുള്ള തർക്കങ്ങൾ. അതോടൊപ്പം തന്നെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിയുടെ പ്രതിനിധികൾ കടന്നു ചെല്ലുമെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോൾ അങ്ങനെ ആരെയും അതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് ഇറാൻ്റെ പ്രതിനിധികൾ പറയുന്നു. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ സീ മൈനുകൾ അപകടകരമായ നിലയിൽ നിലകൊള്ളുന്നത്. മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കൂടി ഭീഷണിയായി ആ മൈനുകൾ ഉള്ളത്. അത് പൂർണ്ണതോതിൽ ഉടനെ മാറ്റാൻ കഴിയുന്ന സാഹചര്യവും ഇല്ല. സജിത്ത്, ഹോർമുസ് പഴയപടിയാവാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും, സമയമെടുക്കും. സീ മൈനുകൾ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് സാഹചര്യം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ ഭീകരർ ആസൂത്രണം ആരംഭിച്ചിരുന്നുവെന്നാണ് പുതിയ തെളിവുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ഭീകരന്റെ ഫോണിൽ നിന്നും പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചു. ട്രാക്കിംഗ് ആപ്പ് അടക്കം ഉപയോഗിച്ചാണ് 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് തീവ്രവാദികൾ ആസൂത്രണം നടത്തിയെന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2025 കഴിഞ്ഞ വർഷം ഏപ്രിൽ 22-നാണ് പഹൽഗാം എന്ന ടൂറിസം കേന്ദ്രത്തിൽ, ജമ്മു കാശ്മീരിലെ ടൂറിസം കേന്ദ്രത്തിൽ വലിയ ആക്രമണമുണ്ടായത്. 25 ടൂറിസ്റ്റുകളും ഒരു പ്രദേശവാസികളും അടക്കം 26 പേരാണ് മരണപ്പെട്ടത്. 20 പേർക്ക് ഇതിൽ പരിക്ക് പറ്റുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, പഹൽഗാം സംബന്ധിച്ച NIAയുടെ കുറ്റപത്രം കോടതിയിലെത്തിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. എന്തായാലും കോടതിയിൽ ഉള്ള ഈ കുറ്റപത്രത്തിൽ ഇത് സംബന്ധിച്ച ഒരു ഗുരുതരമായ വിപുലമായ ഗൂഢാലോചന നടന്നു എന്ന തെളിവുകളാണോ NIA നിർത്തുന്നത്? സജിത്ത്, ഏപ്രിൽ 22, 2025 ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും മായ്ക്കാത്ത ഒരു മുറിവായി ആ ദിനം ഇന്നും അവശേഷിക്കുന്നു. 26 പേരെ കൊല്ലപ്പെട്ട ആ ആക്രമണത്തിൻ്റെ കൂടുതൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്.
അതിൽ ഏറ്റവും പ്രധാനം ഒന്ന്, വളരെ മുമ്പ് തന്നെ ഈ ആക്രമണത്തിന് ഭീകരർ ആസൂത്രണം നടത്തിയിരുന്നു. ഇതിനാവശ്യമായ ആയുധങ്ങൾ എത്തിയത് പാകിസ്ഥാനിൽ നിന്നാണ്. 3, ഇതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഓപ്പറേഷൻ മഹാദേവ് എന്ന ഒരു സൈനികരും സൈനികർ ഭീകരർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് ലഭിച്ച ഫോണുകളാണ്. ഇതിലേക്ക് വിശദമായി വന്നാൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഈ നിർണായക വിവരങ്ങൾ ഉള്ളത്. അന്ന് ഈ ഓപ്പറേഷൻ മഹാദേവിൻ്റെ ഭാഗമായി 3 ഭീകരരാണ് കൊല്ലപ്പെട്ടത്. സുലൈമാൻ എന്ന ഫൈസൽ ജട്ട്, ജിബ്രാൻ എന്ന ഹബീർ താഹിർ, ഹംസ അഫ്ഗാനി, ഈ 3 പേരാണ് ജൂലൈ 28-ന് ദച്ചിങ്കാം വനമേഖലയിൽ സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ അന്ന് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഫോണുകളിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളാണ് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറെ നിർണായകമായത്. അതായത് ആക്രമണം നടക്കുന്നത് ഏപ്രിൽ 22-ന്. ഈ ഫോണുകളിൽ നിന്ന് ലഭ്യമായ നിർണായക വിവരങ്ങൾ അനുസരിച്ച് ഏപ്രിൽ 15-ന് തന്നെ, അതായത് 2025 ഏപ്രിൽ 15-ന് തന്നെ ഈ ആക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ഇവർ ബൈസൺ പാർക്കിൽ എത്തിയിരുന്നു. ഇതിൻ്റെ നിർണായകമായ ഡേറ്റയാണ് ഇവരുടെ ഫോണിൽ നിന്ന് ലഭിച്ചത്. മാത്രമല്ല ഏപ്രിൽ 15, 16 തീയതികളിൽ ഇവരുടെ റൂട്ട് മാപ്പും ഈ ഫോണിൽ നിന്ന് ലഭിച്ചു. ഇവർ ഒരു ഹൈക്കിങ്ങിനായി യാത്രക്കാർ ഉപയോഗിക്കുന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലൊക്കേഷനിൽ എത്തിയത് എന്ന നിർണായക വിവരവും ലഭിച്ചിട്ടുണ്ട്. GPS അധിഷ്ഠിത മൊബൈൽ ആപ്പാണ് ഈ ഭീകരർ ഉപയോഗിച്ചത്. ഇതുപയോഗിച്ചാണ് ബൈസൺ വാലി അടക്കമുള്ള പ്രദേശങ്ങളിലെ ഈ ലൊക്കേഷനുകൾ ഇവർ ട്രാക്ക് ചെയ്തത്. എവിടെയാണ് ആക്രമണം നടത്തേണ്ടത് എന്ന കൃത്യമായ നിർദ്ദേശം ഇവർക്ക് എത്തിയതും ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്ഥലങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ്. അതായത് NIA നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏപ്രിൽ 21-നും ഈ ഭീകരർ താഴ്വരയിൽ ഉണ്ടായിരുന്നു. പർവൈസ് അഹമ്മദ് എന്ന പേരിലുള്ള ആളിൻ്റെ സഹായം ഈ ആക്രമണം നടക്കുന്നതിൻ്റെ തലേ ദിവസവും ഇവർക്ക് ലഭിച്ചു. അതായത് താഴ്വരയുടെ മുകൾ ഭാഗത്ത് വേനൽക്കാലത്ത് ആട്ടിടയന്മാർ ഉപയോഗിക്കുന്ന ഒരു മൺകുടിൽ, ആ മൺകുടിലിൽ ഇവർക്ക് താമസമൊരുക്കി, ഇവർക്ക് ആവശ്യമായ ഭക്ഷണം ഒരുക്കി. പർവൈസ് എന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ബഷീർ അഹമ്മദ് ജോത്താദും ആണ് ഈ തീവ്രവാദികൾക്ക് ആവശ്യമായ സഹായങ്ങൾ അന്ന് ചെയ്തത്. 2 ഭീകരരുടെ ഫോണുകളിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങൾ അനുസരിച്ച് മറ്റു ചില ഭീകരരുടെ ചിത്രങ്ങളും അവരുടെ ഫോണിൽ നിന്ന് കണ്ടെത്താൻ ആയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല ഈ കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് പാക് ബന്ധമുള്ള അലി സജിദ്, അതായത് അലിഭായ് എന്നറിയപ്പെടുന്ന ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറായിരുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട്സിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന അവരുടെ ആക്രമണങ്ങളിലൊക്കെ സജീവ പങ്കാളിയായിരുന്ന അലിഭായ് എന്ന അലി സാജിദ് സഹായം ഇവർക്ക് ലഭിച്ചിരുന്നു. ഈ സഹായം ലഭിച്ചതിൻ്റെ നിർണായക തെളിവുകളും ഇവരുടെ ഫോണിൽ നിന്ന് ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. 1100 പേരെയാണ് NIA ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളായി വിസ്തരിച്ചത്. അതിൽ ഒരു സാക്ഷിമൊഴി ഈ പഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ച് നിർണായകമായി ഇപ്പോൾ പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് 2024 സെപ്റ്റംബറിൽ നടന്ന ഒരു സംഭവമാണ്. പേര് വെളിപ്പെടുത്താത്ത ഈ സാക്ഷി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഈ കൊല്ലപ്പെട്ട ഭീകരർ 2024 സെപ്റ്റംബറിലും കശ്മീർ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇവർ ഒരിടത്തേക്കുള്ള വഴി കാണിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഈ സാക്ഷി നൽകിയിരിക്കുന്ന മൊഴി. അദ്ദേഹം ഗോദൽ ധാര വനമേഖലയിൽ വച്ച് അവിടേക്ക് എത്തിക്കാനാണ് ഭീകരർ ഇയാളോട് ആവശ്യപ്പെട്ടത്. ഈ ഭീകരർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ സാക്ഷിമൊഴി നൽകിയ ആൾ ഇവരെ അവിടേക്ക് എത്തിച്ചു. അന്ന് 20 പിസ്റ്റലുകളും 15 ലക്ഷം രൂപയും ബോംബുകളും അടക്കം ഈ ആയുധങ്ങൾ ഇവർക്ക് കൈമാറുന്നത് നേരിട്ട് കണ്ടു എന്നാണ് ഈ സാക്ഷിമൊഴി. അതായത് ഡ്രോണുകൾ ഉപയോഗിച്ച് മുകളിൽ നിന്ന് താഴേക്ക് ഈ ഭീകരർക്ക് ആയുധങ്ങൾ കൈമാറുകയായിരുന്നു എന്ന നിർണായക വിവരവും NIA സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉണ്ട്. എന്തായാലും ഡിസംബറിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിൻ്റെ വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഏപ്രിൽ 22, 2025 പഹൽഗാം ഭീകരാക്രമണം. ആ ആക്രമണം നടത്താൻ ഭീകരർ ഒരാഴ്ച മുമ്പ് തന്നെ ആസൂത്രണം നടത്തിയിരുന്നു. ഇവർക്ക് ഭീകരാക്രമണം നടത്താനായുള്ള ആയുധങ്ങൾ എത്തിയത് അത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നതിൻ്റെ നിർണായകമായ സാക്ഷിമൊഴി NIAക്ക് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃക്സാക്ഷിമൊഴി എന്നതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല പല ആപ്പുകളും, അതായത് പർവ്വത ആരോഹകരും യാത്രക്കാരും ഉപയോഗിക്കുന്ന ആപ്പുകൾ ഉപയോഗിച്ച് ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്താണ് ഇവർ ബൈസൺ പാർക്കിലേക്ക് എത്തിയത് എന്നതിൻ്റെ നിർണായക വിവരങ്ങളും പുറത്തു വരികയാണ്. സജിത്. പഹൽഗാം ആക്രമണം സംബന്ധിച്ച് ആഴ്ചകൾക്ക് മുമ്പേ തന്നെയായിരുന്നു ഗൂഢാലോചന. അതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. പിന്നീട് രാജ്യം അതിന് നൽകിയ മറുപടി. ഓപ്പറേഷൻ മഹാദേവിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. അപ്പോൾ
അതിർത്തി കടത്തുള്ള തീവ്രവാദത്തിന് തക്കതായ മറുപടി നൽകിയതിൻ്റെ കാരണം അപ്പോൾ അതിൽ സംബന്ധിച്ച ആസൂത്രണം ഇതിൻ്റെ തെളിവുകളാണിപ്പോൾ NIA പുറത്തുവിടുന്നത്. ഇടവേളയാണ് മടങ്ങി വരുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഇനി മുതൽ ക്ലിഫ് ഹൗസിൽ താമസിക്കും. VD സതീശൻ കുടുംബസമേതം ക്ലിഫ് ഹൗസിലേക്ക് എത്തി. രാവിലെ കന്റോൺമെന്റ് ഹൗസിൽ നിന്നും താമസം ക്ലിഫ് ഹൗസിലേക്ക് രാവിലെയാണ് മാറ്റിയത്. അധികാരമേറ്റ് 1 മാസം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലാണ് മുഖ്യമന്ത്രിയുടെ താമസം ഉണ്ടായിരുന്നത്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറിയത്. കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് രാവിലെ 6:45 മുഖ്യമന്ത്രി VD സതീശൻ കുടുംബസമേതം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറിയിരിക്കുന്നത്. വാഹനങ്ങളുടെ അകമ്പടിയോടെ, സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹം കന്റോൺമെന്റ് ഹൌസിൽ നിന്ന് രാവിലെ 6:00 ശേഷമാണ് ക്ലിഫ് ഹൌസിലേക്ക് ഇറങ്ങിയത്. 6:45 അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക വസതിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല. 10 വർഷത്തിന് ശേഷം അകത്തേക്ക് കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക്. പക്ഷെ അതുണ്ടായില്ല. മാധ്യമങ്ങളെ പുറത്തു നിർത്തിയാൽ മതി എന്നാണ് ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് എന്നാണ് അതിന് നൽകിയ മറുപടി. എന്തായാലും ഏതാണ്ട് മുഖ്യമന്ത്രി അദ്ദേഹം ചുമതലയേറ്റ് 1 മാസത്തോളം ചില അറ്റകുറ്റപ്പണികളൊക്കെ ക്ലിഫ് ഹൌസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം താമസം മാറാതെ ഇരുന്നത്. ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രി അധികാരമേറ്റ ശേഷം ഈ ക്ലിഫ് ഹൌസിലേക്ക് മാറുന്നതിന് ഇങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകുന്നത് സമീപകാലത്ത് ആദ്യമായിട്ടാകും. അതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചെറിയ നീരസം പ്രകടിപ്പിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന് കന്റോൺമെന്റ് ഹൌസിലേക്ക് മാറാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ചില നീരസമൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. വാടക വീട്ടിലാണ് തിരുവനന്തപുരത്ത് പിണറായി വിജയൻ താമസിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇനി കന്റോൺമെന്റ് ഹൌസിലേക്ക് വൈകാതെ എത്താം. അവിടെയും ചില അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നുണ്ട്. അത് പൂർത്തിയായതിനു ശേഷം പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൌസിലേക്ക് മാറും. ഇതോടെ 10 വർഷത്തിന് ശേഷം ഒരു UDF മുഖ്യമന്ത്രിയുടെ താമസ സ്ഥലമായി ക്ലിഫ് ഹൌസ് മാറിയിരിക്കുകയാണ്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ക്ലിഫ് ഹൌസിനകത്തേക്ക് കയറി വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമാകുകയും ക്ലിഫ് ഹൌസിന് സമീപത്തും പുറത്തും അകത്തുമൊക്കെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരുന്നു. പക്ഷേ ആ കാഴ്ചകളൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇനി അതൊരു സുരക്ഷിത മേഖലയായി തന്നെ തുടരും. അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്ന കൃത്യമായ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി അറിയാനുള്ളത് ഈ 1 മാസം വൈകി അല്ലെങ്കിൽ 1 മാസത്തെ സമയദൈർഘ്യം എടുത്ത് നടത്തിയ അറ്റകുറ്റപ്പണികൾ എന്തൊക്കെയാണ്, അതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. അത് വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തുവരും എന്ന് തന്നെയാണ് സൂചന. ക്ലിഫ് ഹൗസ് ഇനിയും അത്ര സുതാര്യമായിരിക്കില്ല. ക്ലിഫ് ഹൗസിൽ എന്തായാലും അവിടെ മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രണം തുടരും എന്ന് തന്നെയാണ് ഡാൻ സൂചിപ്പിക്കുന്നത്. വലിയ സുരക്ഷാ മേഖലയാണ് ക്ലിഫ് ഹൗസും പരിസരങ്ങളും. കാപ്പാഹേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള നീക്കവുമായി BJP. സുഗതന്റെ സത്യപ്രതിജ്ഞയുടെ കാര്യം നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കുമെന്നാണ് BJP വ്യക്തമാക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ 1 ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ആലോചന. അതേസമയം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് CPM ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. പല ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയതിന് പിറകെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 BJP അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തൊണ്ടിമുതൽ കേസിൽ തിരിമറി നടത്തിയ കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന് മുൻ മന്ത്രി ആന്റണി രാജുവിൻ്റെ അപ്പീൽ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. നെടുമങ്ങാട് ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതി ആന്റണി രാജുവിനെ നേരത്തെ ശിക്ഷിച്ചിരുന്നു. ഈ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ അപ്പീലിലാണ് ഇന്ന് പരിഗണിക്കുന്നത്. ആന്റണി രാജു 2ാം പ്രതിയായ തൊണ്ടി മുതൽ തിരിമറി കേസിൽ 3 വർഷം തടവിനും 10,000 രൂപ പിഴയുമാണ് നെടുമങ്ങാട് കോടതി ശിക്ഷ വിധിച്ചത്. 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതിനാൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആന്റണി രാജുവിന് ഇത്തവണ മത്സരിക്കാനായി.
ഇടുക്കിയിൽ പുറമ്പോക്ക് ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ് ജില്ലാ ഭരണകൂടം. പൂപ്പാറയിലും സൂര്യനെല്ലിയിലും പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. പൂപ്പാറയിൽ 15 വർഷമായി പ്രവർത്തിച്ചിരുന്ന കട ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. പൊതുഭൂമിയും റോഡ് പുറമ്പോക്കുകളും തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശപ്രകാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളുടെ പരിധിയിലാണ് വ്യാപകമായ ഒഴിപ്പിക്കൽ നടപടികൾ നടന്നത്. ശാന്തൻപാറ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരീഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പൂപ്പാറയിലെ പുറമ്പോക്ക് ഭൂമിയിലെ വ്യാപാര സ്ഥാപനം പൂർണ്ണമായും പൊളിച്ചു നീക്കി. കഴിഞ്ഞ 15 വർഷമായി ഇവിടെ കച്ചവടം നടത്തിവന്നിരുന്ന ഈശ്വരൻ എന്ന വ്യാപാരിയുടെ കടയാണ് അധികൃതർ നിയമ നടപടികളിലൂടെ പൊളിച്ചുമാറ്റിയത്. ഒഴിപ്പിക്കൽ നോട്ടീസിനെതിരെ ഈശ്വരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കാൻ കോടതിയും അനുമതി നൽകിയതോടെ പഞ്ചായത്ത് നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. പുറമ്പോക്ക് സ്ഥലങ്ങളിൽ ഉള്ള കടകൾ അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം എടുക്കാൻ നമുക്ക് ഉത്തരവുള്ളതാണ്. റോഡ് സൈഡിലുള്ള അനധികൃത കച്ചവടങ്ങൾ വച്ച് കിട്ടിയിരിക്കുന്ന ഇതേപോലെയുള്ള കടകൾ ഇതിലിപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് യാതൊരു രേഖകളും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് പഞ്ചായത്ത് കോടതി വിധി അനുസരിച്ച് നമ്മൾ നടപടികൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. കേവലം 1 മണിക്കൂറിനുള്ളിൽ കടയൊഴിയാൻ അധികൃതർ നിർബന്ധിച്ചുവെന്നും ഉപജീവന മാർഗം പെട്ടെന്ന് തടസ്സപ്പെട്ടതോടെ താൻ പൂർണ്ണമായും വഴിയാധാരമായെന്നുമാണ് കടയുടമ ഈശ്വരൻ പറയുന്നത്. കോടതി പോയായിരുന്നു. 4 വർഷമായിട്ട് കോടതിയിലാണ്. 15 വർഷമായി ഈ കട ഇവിടെ വച്ചാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇത് വേറെ എന്തോ ഇതിനകത്ത് കുറയുന്ന ആരാണ്ട് നല്ല ശരിക്കും പണിയുന്നുണ്ട് അറിയാം. എൻ്റെ ഉപജീവന മാർഗമായിരുന്നു അത്. കടുത്ത നടപടികളാണ് ചിന്നക്കനാൽ സൂര്യനെല്ലിയിലും ദൃശ്യമായത്. റോഡ് പുറമ്പോക്ക് കയ്യേറി സ്ഥാപിച്ചിരുന്ന 7 പെട്ടിക്കടകളാണ് ചിന്നക്കനാൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഒഴിപ്പിച്ചത്. ഇതിലൊരു പെട്ടിക്കട അധികൃതർ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കം ചെയ്തതോടെ തങ്ങളുടെ കടകളും പൊളിച്ചു നീക്കപ്പെടുമെന്ന് മനസ്സിലാക്കി ബാക്കി 6 കടകളുടെയും ഉടമകൾ അവ സ്വമേധയാ ഇവിടെ നിന്നും മാറ്റാൻ തയ്യാറാവുകയായിരുന്നു. റോഡ് വികസനത്തിനും പൊതുജനയാത്രയ്ക്കും തടസ്സമാകുന്ന രീതിയിൽ പാതയോരങ്ങൾ കയ്യേറി നടത്തുന്ന കച്ചവടങ്ങൾക്കെതിരെ കർശന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. വരും ദിവസങ്ങളിലും ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പുറമ്പോക്കൊഴിപ്പിക്കൽ നടപടികൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന SFIയുടെ പ്രതിഷേധത്തിൽ പോലീസ് ഓഫീസറെ പ്രവർത്തകർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിൽ കേസെടുത്തു. ശവം പോലും വീട്ടുകാർക്ക് കിട്ടാത്ത രീതിയിൽ കാണിച്ചു തരാമെന്നായിരുന്നു SFIക്കാരുടെ ഭീഷണിയെന്ന കന്റോൺമെന്റ് സിഐയുടെ പരാതിയിലാണ് 10 SFIക്കാർക്കെതിരെ കേസെടുത്തത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാന്, പോലീസുകാരന്റെ പരാതി, സിഐയുടെ പരാതി ഗുരുതരമാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതിൽ SFIയുടെ വിശദീകരണം എന്താണ്? ഇന്നലെ ഉച്ചയ്ക്കാണ് IHRDയിലെ ഉൾപ്പെടെ ഫീസ് വർധനവിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആ പ്രതിഷേധ മാർച്ചിനിടയിൽ മുഖ്യമന്ത്രി VD സതീശന്റെ ഫ്ലെക്സ് ബോർഡ് ബ്ലേഡ് ഉപയോഗിച്ച്
നശിപ്പിക്കുകയും തുടർന്ന് പോലീസിന് നേരെ പ്രകോപിതരാകുകയും ചെയ്തതോടെയാണ് ആദ്യം ലാത്തി വീശുകയും പിന്നീട് 6 തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത്. അതിനിടെയാണ് കന്റോൺമെന്റ് CI ശ്രീകുമാർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർക്ക് 2 സിവിൽ പോലീസ് വനിതാ ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് കന്റോൺമെന്റ് CI തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് നൽകിയിരിക്കുന്നത്. ആ പരാതിയിന്മേലാണ് പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമം ഉൾപ്പെടെയുള്ള BNSലെ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെ 10 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതിയിൽ FIRൽ ഗുരുതരമായ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. നീയൊന്നും ഭരണം മാറി എന്ന കളി കളിക്കേണ്ട, നാട്ടിലിറങ്ങുമ്പോൾ നിന്റെയൊക്കെ ശവം പോലും വീട്ടുകാർക്ക് കിട്ടാത്ത രീതിയിൽ കാണിച്ചു തരാമെന്ന് അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് കന്റോൺമെന്റ് CIയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരെ ഉൾപ്പെടെ ബ്ലേഡ് കൊണ്ട് കയ്യിൽ വരയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ അവർക്ക് ശരീരത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. ഈ ബാരിക്കേഡുകളിൽ കെട്ടിയിരുന്ന കയർ ബ്ലേഡ് ഉപയോഗിച്ച് അറുത്തുമാറ്റാൻ ബോധപൂർവ്വം ശ്രമിക്കുകയായിരുന്നു. ഹൈക്കോടതി വിധിക്ക് എതിരായാണ് പൊതുഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതുകൊണ്ട് മാന്യമായ രീതിയിൽ അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് തങ്ങൾക്ക് നേരെ പ്രകോപിതരായി SFI പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. തന്റെ ഹെൽമറ്റ് അടിച്ചു തകർത്തെന്നും ഈ പരാതിയിൽ കന്റോൺമെന്റ് CI പരാമർശിക്കുന്നുണ്ട്. എന്തായാലും 10,000 രൂപയുടെ നഷ്ടം പൊതുമുതൽ ഇനത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും FIRൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പരാതിക്കാരനായ കന്റോൺമെന്റ് CI ശ്രീകുമാർ തന്നെയാണ് കേസിന് അന്വേഷണം വഹിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തുടർ നടപടികൾ എങ്ങനെയാകും എന്നതാണ് ഇനി ശ്രദ്ധേയം. അതേസമയം ഈ കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് SFI നേതൃത്വം ഔദ്യോഗികമായൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. അത്തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് വൈകാതെ ഉണ്ടായേക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ ഇടപെടൽ SFI പ്രവർത്തകർക്ക് നേരെ ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസും CPM ജില്ലാ സെക്രട്ടറി V ജോയിയും പരസ്യ പ്രതികരണവുമായി ഇന്നലെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി SFI സംസ്ഥാന പ്രസിഡന്റിനും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കുമെതിരെ കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കന്റോൺമെന്റ് CIയുടെ പരാതിയാണ് സമരക്കാർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ഒപ്പം തന്നെ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരടക്കമുള്ളവരുടെ നേരെ അതിക്രമം നടത്തിയെന്നുള്ള വലിയ ആരോപണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന. SFIയുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വീണ്ടും EDക്ക് മുന്നിൽ ഹാജരായി. ഇന്നലെ SFIOയുടെ കേസിലെ നിർണായക രേഖകൾ EDക്ക് കൈമാറിയിരുന്നു. കഴിഞ്ഞ ദിവസം ലോക്കറും പരിശോധിച്ചിരുന്നു. മുമ്പ് ഹാജരാവാൻ വീണയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് ഇന്ന് വീണ നേരിടേണ്ട വെല്ലുവിളികൾ? കൂടുതൽ തെളിവുകൾ, കൂടുതൽ രേഖകൾ ശേഖരിച്ച ശേഷമാണല്ലോ EDയുടെ ചോദ്യം ചെയ്യൽ. സജിത്ത്, ഇന്നലെയാണ് SFIOയുടെ കയ്യിൽ നിന്നുള്ള 134 പേജുള്ള രേഖകൾ EDക്ക് ലഭിച്ചത്. അതിനുശേഷമാണ് നേരത്തെ 29-ാം തീയതി വീണ ഹാജരാകുമെന്നാണ് അറിയിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി വീണ ഹാജരാകുകയാണ്. ഒരുപക്ഷെ നേരത്തെ നോട്ടീസ് നൽകിയിരിക്കാം, അല്ലെങ്കിൽ ED ഇത്തരത്തിൽ 29-ാം തീയതി എന്നുള്ള ഡേറ്റ് അറിയിച്ചതിൽ എന്തെങ്കിലും സാങ്കേതികമായ പിഴവുണ്ടായിരുന്നിരിക്കാം. എന്തായാലും അടിയന്തരമായി ED അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം SFIOയുടെ ഈ അന്വേഷണ റിപ്പോർട്ട്, അതായത് കുറ്റപത്രം SFIO സമർപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ EDക്ക് വൈകിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അത് ഇന്നലെ കിട്ടിയിരുന്നു. അതായത് പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ SFIO സമർപ്പിച്ചിരുന്ന രേഖകൾ ഇന്നലെ ലഭിച്ചിരുന്നു. 134 പേജുള്ള രേഖകളാണ്. അത് EDക്ക് കൂടുതൽ പരിശോധിക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. SFIO ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കോർപ്പറേറ്റ് ഓഫീസുകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് SFIO നടത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് SFIO കണ്ടെത്തിയിരിക്കുന്ന തെളിവുകൾ, രേഖകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ED വീണ്ടും ഈ വീണയെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൃത്യമായി CMRL കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി CMRLന്റെ വിവിധ പ്രതിനിധികൾ ED ഓഫീസിൽ ഹാജരാകുന്നുണ്ടായിരുന്നു. 182 കോടിയുടെ അഴിമതിയാണ് ED ഈ CMRL ആരോപിക്കുന്നത്. അതേസമയം ഇതിൽ ഉള്ള 2.87 കോടി വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് സേവനങ്ങൾ നൽകാതെ, IT സേവനങ്ങൾ നൽകാതെ കൈപ്പറ്റിയുള്ള തുകയായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ മറുപടി വീണ പറഞ്ഞ് മതിയാകൂ. അതേസമയം തന്നെ ഒന്നുമില്ല എന്നുള്ളതും അതിന് കൃത്യമായ രേഖകൾ വീണയ്ക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കഴിയും.
അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത്. മാത്രമല്ല എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് വീണയ്ക്ക് നൽകിയിരിക്കുന്ന 50 ലക്ഷം രൂപയുടെ ലോൺ അത് തിരിച്ചടവ് നൽകിയിട്ടില്ല. അത് പലിശ അടക്കം അതിന് ലാഗ് വന്നിരുന്ന സാഹചര്യം, ഇത്രയധികം തുകയുടെ ലാഗ് നിൽക്കുന്ന സാഹചര്യത്തിലും അത് വീണ്ടും 50 ലക്ഷം രൂപയുടെ ലോൺ അനുവദിച്ച സാഹചര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെ SFIO രേഖകളടക്കം ഇ ഡിയുടെ കൈവശമുണ്ട്. വീണ വിജയൻ വീണ്ടും ചോദ്യം വന്നു. മുംബൈയിലെ മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റം നടന്നു. മുംബൈ പവായിലുള്ള ശ്രീ അയ്യപ്പ വിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം നടന്നത്. കേരളത്തിന്റെ പാരമ്പര്യ കലാരൂപങ്ങളെ മുംബൈയിലെ യുവതലമുറയ്ക്കും പ്രവാസി സമൂഹത്തിനുമിടയിൽ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാദ്യകലാകാരന്മാരായ അനിൽ പൊതുവാൾ, ഊരമന വിനോദ് മാരാർ എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അരങ്ങേറ്റം. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ തരംഗമായിരിക്കുകയാണ് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുള്ള പ്രിയദർശിനി ബസ്സുകൾ. കേരളത്തിന് പുറത്തും അതുതന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. പറഞ്ഞു വരുന്നത് ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന KSRTC ഓർഡിനറി ബസ്സുകളെക്കുറിച്ചാണ്. അതിർത്തി കടന്ന് കേരളത്തിലേക്ക് വരുന്ന തുച്ഛ വരുമാനക്കാരായ തോട്ടം തൊഴിലാളികൾക്ക് വലിയ അനുഗ്രഹമായിരിക്കുകയാണ് കേരള സർക്കാരിൻ്റെ ഈ സൗജന്യ വണ്ടികൾ. ഇടുക്കിയിലെ കുമളി, നെടുങ്കണ്ടം, കട്ടപ്പന, മൂന്നാർ ഡിപ്പോകളിൽ നിന്നും തമിഴ്നാട്ടിലെ വിവിധ അതിർത്തി പട്ടണങ്ങളിലേക്ക് KSRTC സർവീസുകളുണ്ട്. തമിഴ്നാട്ടിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ദിവസേന ഇടുക്കിയിലെത്തി ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്ത് മടങ്ങുന്ന തൊഴിലാളി സ്ത്രീകൾക്കാണ് പദ്ധതി ഏറെ ഗുണകരമായത്. സന്തോഷം. നിലവിൽ തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളെ എത്തിക്കുന്ന വാഹനങ്ങളെ ആശ്രയിച്ചാണ് ഇവർ ഇടുക്കിയിലേക്ക് എത്തുന്നത്. KSRTCയിൽ സൗജന്യ യാത്ര ലഭ്യമായതോടെ പലരും യാത്ര പ്രിയദർശിനി ബസ്സുകളിലാക്കി. ഇതോടെ യാത്രാക്കൂലി ഇനത്തിൽ നേരിടുന്ന ചൂഷണവും തൊഴിലാളി വാഹനങ്ങളുടെ മത്സര ഓട്ടവും കുറയുമെന്നാണ് പ്രതീക്ഷ. ജോലി, ചികിത്സ, വ്യാപാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി തമിഴ്നാട്ടിലേക്ക് പോകുന്ന സ്ത്രീകൾക്കും പദ്ധതി ഗുണകരമായി. പ്രിയദർശനിൽ യാത്രാക്കൂലി ഇല്ലാത്തതിനാൽ കൂടുതൽ തൊഴിലാളികൾ തമിഴ്നാട്ടിൽ നിന്നും ഇടുക്കിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.